ഇന്ന് ബൂത്ത് പ്രസിഡന്റുമാരെയും അവിടുത്തെ മറ്റ് ആക്ടിവിസ്റ്റിനെ എല്ലാം കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ സ്ഫടികം ജോർജേട്ടൻ വന്ന് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തു നിന്നും പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ വികസനത്തെ സംബന്ധിച്ച് എന്താണ് സാധ്യത, എന്താണ് അപര്യാപ്തത, ഇത് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒരു ഉദ്ദേശവുമില്ല. ബൂത്ത് തലത്തിൽ അത് നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ഒരു 2 വർഷമായിട്ട് ശക്തമായ പ്രവർത്തനമുണ്ട്. അല്ല, അതൊക്കെ ഇല്ല, ഔദ്യോഗികമായി ഞങ്ങളത് പ്രഖ്യാപിച്ചിട്ടില്ല. അല്ല, അത് പ്രഖ്യാപിക്കട്ടെ. പ്രചരണം നടത്തി. അപ്പൊ എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട്? പ്രധാനമന്ത്രി പ്രചരണമല്ല നടത്തിയത്. സന്ദർശനം പ്രധാനമന്ത്രിയുടെ അതിപ്പം ഞാനാണെന്ന് ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അല്ല, തൃശ്ശൂർ പോലെ അദ്ദേഹം പല മണ്ഡലങ്ങളിലും പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ എത്രയോ മണ്ഡലങ്ങളിൽ പോയി അല്ലേ? അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്, അത് അദ്ദേഹം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. തൃശ്ശൂർ എന്നല്ല, ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് എത്ര മണ്ഡലങ്ങൾ വരും, അതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. ആണോ? ഏത് ബഡ്ജറ്റ്? ഇല്ല. കേന്ദ്ര പദ്ധതികൾ പലപ്പോഴും സംസ്ഥാനത്ത് കേന്ദ്രത്തിന് ക്രെഡിറ്റ് കൊടുക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് അതിന് നമുക്ക് ആരോപണങ്ങളൊന്നുമില്ല. അവരുടെ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങളുമില്ല. അവരുടെ ഏറ്റവും വലിയൊരു ആരോപണം സുപ്രീം കോടതിയിൽ ഒടിഞ്ഞു വീണില്ലേ? അതിനപ്പുറം എന്തോ സ്നേഹമൊന്നുമില്ല. എന്തിന് സ്നേഹം? ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടും ഉള്ളൂ. അതങ്ങനെ തന്നെയാണ്. അയ്യോ, കോൺഗ്രസിന്റെ കാര്യം അവരെടുത്ത് ചോദിക്കേ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ്സുകാരനായിരുന്നുമില്ല. വീര സവർക്കർ ഒക്കെ അവർ പറയും. പിന്നെ അല്ലാതെ വീർ സവർക്കർ ജയിക്കും വന്നാൽ എന്നവർ പറയുമോ? ഇല്ലല്ല. പറയൂ, അങ്ങനെ പറയൂ. അവരുടെ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കണം. അത് ജനങ്ങളാണ് പറയേണ്ടത്. വീർ സവർക്കർ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് ജനങ്ങളാണ് പറയേണ്ടത്.